എൻ്റെ പേര് മുഹമ്മദ് റഷീദ്, കോഴിക്കോടാണ്. ഇവിടെ ജനാബ് അക്ബർ സാഹിബിൻ്റെ പ്രസംഗത്തിലുടനീളം മാപ്പ് കൊടുത്ത പിന്നീട് സഹാബായി തീർന്ന സുഹൈബ് ബിൻ അംറിനെ കുറിച്ച് പറഞ്ഞു. പിന്നീട് ചോദ്യോത്തരവേളയിൽ അസ്മാ ബിൻത് മർവാൻ വധിക്കപ്പെട്ടതും കഅബ് ബിൻ അഷ്റഫ് വധിക്കപ്പെട്ടതിനെക്കുറിച്ചും പറഞ്ഞു. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു സംഗതി, ഒരു പാരലായിട്ട് മാപ്പ് ഉണ്ടായിട്ടുണ്ട്. അത് ഇസ്ലാം സ്വീകരിച്ചതോടുകൂടി അവർക്ക് മാപ്പാക്കപ്പെടുകയും അല്ലാത്തവർ മതനിന്ദയുടെ പേരിൽ വധിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അതിൻ്റെ ഒരു ബാലൻസിങ്, വധവും മാപ്പും എന്നുള്ള സംഗതിയെക്കുറിച്ച് അതിനുശേഷം തുടർന്നു വരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. ഈ അടുത്ത് 2004 നെതർലാൻഡിലെ സംവിധായകൻ വാങ്കോക്ക് സബ്മിഷൻ എന്ന ഫിലിം എടുത്തപ്പോൾ മൊറോക്കോക്കാരനായ 26-കാരൻ അദ്ദേഹത്തെ വധിക്കുകയുണ്ടായി. അതിൻ്റെ തിരക്കഥാകൃത്തായിരുന്ന അയാൻ നസ്രി നെതർലാൻഡ് വിട്ട് അമേരിക്കയിലേക്ക് ഓടിപ്പോവുകയും ചെയ്തു. അതുപോലെ തന്നെയാണ് ഇന്ത്യയിൽ 1926 റംഗീല റസൂൽ എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം രചിക്കുകയുണ്ടായി. അതിൻ്റെ ഗ്രന്ഥകർത്താവ് ആര്യ സമാജത്തിൻ്റെ നേതാവായിരുന്ന സ്വാമി ശ്രദ്ധാനന്ദാണെന്ന് അറിഞ്ഞപ്പോൾ ഒരു അബ്ദുൾ റഷീദ് പറഞ്ഞ ഒരു ചെറുപ്പക്കാരന് അദ്ദേഹത്തെ വധിക്കുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ ഉടനീളം പ്രവാചകന്റെ കാലഘട്ടത്തിലും അതിനുശേഷവും വധം നടന്നിട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് അബൂബക്കർ സാഹിബിന്റെ അഭിപ്രായമുണ്ട്. റസൂലുള്ളാഹിന്റെ കാലത്തും അതിന് ശേഷമെല്ലാം റസൂലുള്ളാഹിനെ ചീത്ത പറഞ്ഞവരെ സമൂഹം വധിക്കുകയാണ് ചെയ്തത്. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്നാണ് ചോദ്യം. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹിന്റെ കാലത്തും റസൂലുള്ളാഹിന്റെ ശേഷവും ഒന്നും ഇസ്ലാം പഠിച്ചവരൊന്നും റസൂലുള്ളാഹിനെ ചീത്ത പറഞ്ഞു എന്ന കാരണത്താൽ മാത്രം ആരെയും കൊന്നിട്ടില്ല. നിങ്ങൾ ചരിത്രത്തെ പരിശോധിച്ച് നോക്ക്. ഇസ്ലാം പഠിച്ചവരൊന്നും ചെയ്തിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഞാൻ ജീവിതത്തിൽ പറഞ്ഞ ബാലൻസിങ് നിങ്ങൾ ശരിക്കും പരിശോധിക്കുക. അല്ലാതെ ആരെങ്കിലും ചെയ്ത തോന്നിവാസത്തെ ന്യായീകരിക്കാൻ വേണ്ടി നമ്മളായി കൂടാ. എന്താണെന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭരണാധികാരിയായ സമയത്ത്, പ്രവാചകൻ ഭരണാധികാരിയാണ്, ആ ഭരണാധികാരിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിന് കീഴിൽ ജീവിക്കുന്ന സമൂഹത്തിൽ അവരുമായി കരാറിലാണ്, ജൂതന്മാരുമായി. ആ കരാറിൽ എന്തുണ്ട്? ആ കരാറിൽ എല്ലാമുണ്ട്. ഒരിക്കലും രാജ്യത്ത് കലാപം ഉണ്ടാക്കരുത്, പ്രശ്നം ഉണ്ടാക്കരുത് എല്ലാം കരാറുണ്ട്. ഈ കരാറിന് വിരുദ്ധമായി കഅബ് ബിൻ അഷ്റഫ് പ്രവാചകനെതിരെ ജനങ്ങളെ ജാഗരം കൊള്ളിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ശ്രമിച്ച അയാളെ സംരക്ഷിക്കാൻ വേണ്ടി ജൂതന്മാരുടെ കോട്ട സന്നദ്ധമാകുന്നു. ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളെ കൊല്ലാൻ പറയുന്നത്. അസ്മാ ബിൻത് മർവാൻ ഇതേപോലെ തന്നെയാണ്. അവരെ കവിതകൾ തന്നെ ഇന്നും ഉപലബ്ധമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലണം എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ കവിത. ആ കവിത സ്വാഭാവികമായും ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിൽ രാഷ്ട്ര നേതാവിനെ കൊല്ലണം എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ ജാഗരം കൊള്ളിച്ചാൽ ഏതൊരു നിലപാടാണ് രാഷ്ട്രനായകൻ എടുക്കേണ്ടത് എന്ന് വ്യക്തമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അബൂലഹബ് ലഅനത്തുല്ലാഹ് അല്ലെ, അബൂലഹബ് റസൂലുള്ളാഹിനെ തെറി പറഞ്ഞതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ തന്നെ അബൂലഹബിനെതിരെയുള്ള വചനങ്ങൾ അവതരിപ്പിക്കപ്പെട്ടത്. നീണ്ട 13 വർഷം മക്കയിൽ റസൂലുള്ളാഹി ജീവിച്ചല്ലോ. മക്കയിൽ നീണ്ട 13 വർഷത്തിനിടക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ ഒരുപാട് പേർ കടന്നുപോയി അല്ലെ. ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, ഹംസ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, അലി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ധീരശൂര പരാക്രമികളായ ആളുകൾ മക്കയിലുണ്ടായിരുന്നു. ആ മക്കയിലുണ്ടായ സമയത്ത് അവരാരും അബൂലഹബിന്റെ കൈകൾ നശിക്കട്ടെ എന്ന് ഖുർആനാണ് പറഞ്ഞിട്ടുള്ളത്. അബൂലഹബ് തന്നെ നശിച്ചിരിക്കുന്നു എന്ന് ഖുർആനാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഓതാന്നല്ലാതെ അവരുടെ കൈ നശിപ്പിക്കാൻ പോയിട്ടില്ല, അബൂലഹബിനെ നശിപ്പിക്കാനും പോയിട്ടില്ല. എന്നിട്ട് പിന്നെ എന്തുണ്ടായി? അവര് ഹിജറ പോയി. ഹിജറ പോയിട്ട് അവിടെ ഉണ്ടായ സമയത്തും അബൂലഹബിന് എന്താ പണി? പിന്നെ 2 കൊല്ലം അബൂലഹബ് ജീവിച്ചിട്ടുണ്ട്. ബദറും കൂടി കഴിഞ്ഞിട്ടാണ് അബൂലഹബ് മരിച്ചത്. ആ സമയത്തും ഒരു റസൂലുള്ളാഹിയെ തെറി പറയൽ തുടർന്ന അവർക്കെതിരെ ഇവിടെ നിന്ന് ഒരു ആത്മഹത്യാ ബോംബോ ആത്മഹത്യാ സ്ക്വാഡോ ഉണ്ടാക്കിയിട്ട് റസൂലുള്ളാഹി ഒരു ടീമിനെ പറഞ്ഞയച്ചിട്ടില്ല. ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് എന്താണ്? പ്രവാചകനിൽ നിന്ന് ദീൻ പഠിച്ച സഹാബിമാരോ താബികളോ ഒന്നും ഇത് ചെയ്തിട്ടില്ല.
നിങ്ങൾ നോക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു ജോൺ ദ ഡമാസ്കസ്, നിങ്ങൾക്ക് ഇന്നും രചനകളിൽ കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത് ഫോർ റണ്ണർ ഓഫ് ആന്റി ക്രൈസ്റ്റ് എന്നാണ്. അയാൾ ജീവിച്ചത് എവിടെ? ഡമാസ്കസിലാണ്. ഡമാസ്കസ് എന്തായിരുന്നു? ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ തലസ്ഥാനമായിരുന്നു. ആ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ തലസ്ഥാനമായി നിന്ന സ്ഥലത്ത് അയാൾക്കെതിരെ ഒരു സായുധ നടപടി ഉണ്ടായിട്ടില്ല. കൊർദോബയിലെ അൽവാറോസ് പൗലോസ്, അദ്ദേഹം ഇസ്ലാമിക രാഷ്ട്രത്തിലായിരുന്നു ജീവിച്ചത്. അയാൾക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ല. ലോകത്ത് നിങ്ങൾ നോക്കുക, പ്രവാചകന് ദീൻ പഠിച്ച ആളുകൾ 14 നൂറ്റാണ്ടായിട്ടുണ്ടല്ലോ. സഹാബിമാരുടെ കാലത്ത് പ്രവാചകൻ നിന്നുണ്ടായിട്ടില്ല. എത്ര ആളെ കൈ വെട്ടിയിട്ടുണ്ട്, എത്ര ആളെ കൊന്നിട്ടുണ്ട് നിങ്ങൾ പറ. താബികളുടെ കാലത്ത് പ്രവാചകൻ നിന്നുണ്ടായിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ സംഗതികളെല്ലാം ഉണ്ടായത് താബികളുടെയും സഹാബിമാരുടെയും കാലത്താണ്. താബികളുടെ കാലത്തുണ്ടായിട്ടില്ല. എത്ര പേരെ കൊന്നിട്ടുണ്ട്, എത്ര പേരുടെ കൈ വെട്ടിയിട്ടുണ്ട് പറ. നിങ്ങൾക്ക് പറയാനുള്ളത് 928 രംഗീല റസൂലിനോടനുബന്ധിച്ച് അബ്ദുൾ റഷീദ് ശ്രദ്ധാനന്ദനെ കൊന്നതാണ്. അതെങ്ങനെയാണ് ഇസ്ലാം ദീനിലെ തെളിവാകണത്? ഞാൻ ചോദിക്കട്ടെ, അന്ന് ജീവിച്ചിരുന്ന ശ്രദ്ധാനന്ദനെ കൊന്ന അബ്ദുൾ റഷീദിന്റെ നടപടിയെ അന്നത്തെ മുസ്ലിം പണ്ഡിതന്മാർ അനുകൂലിക്കുകയാണോ പ്രതികൂലിക്കുകയാണോ ചെയ്തത്? തലയെടുപ്പുള്ള മുസ്ലിം പണ്ഡിതന്മാരെല്ലാം അത് ചെയ്തത് ശരിയല്ല എന്ന് പറയാ ചെയ്തത്. പരിശോധിച്ചു നോക്ക്. മൗലാന അബുൽ കലാം ആസാദിനെ പോലെയുള്ള ആളുകൾ, എന്തിനധികം മൗദൂദി അദ്ദേഹത്തിന്റെ ജിഹാദ് എന്ന ഗ്രന്ഥം എഴുതാൻ തന്നെ പ്രചോദനമായത് ഈ സംഭവത്തോടനുബന്ധിച്ചിട്ടാണ്. ഇതല്ല ജിഹാദ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് മൗദൂദി അത് എഴുതിയത് എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, ഒരിക്കലും റസൂലുള്ളാഹിന്റെ ദീൻ പഠിച്ചവർ ഇത് ചെയ്തിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അങ്ങനെയാണെങ്കിൽ ലോകത്ത് ആർക്കാ നിലനിൽക്കാൻ പറ്റുക? ആർക്കാണ് എന്താണ് പറ്റുക? ഒരിക്കലും ഈ രൂപത്തിൽ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ അകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറി പറഞ്ഞിട്ട് ഒരാൾ ജീവിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ആൾക്കെതിരെ നടപടി ഉണ്ടാകും. ആ റസൂലുള്ളാഹിനെ തെറി പറഞ്ഞാൽ മാത്രമല്ല, ഈസാ നബിനെ തെറി പറഞ്ഞാലും ഉണ്ടാകും. ഏത് പ്രവാചകനെ തെറി പറഞ്ഞാൽ മാത്രമല്ല, ആളുകൾ ആദരിക്കുന്ന ആരെയും തെറി പറഞ്ഞാൽ ഉണ്ടാകും. അത് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ നിയമമാണ്. എന്തുകൊണ്ടാണ്? അത് നിയമവിരുദ്ധമാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇനി വേറൊന്ന്, ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഒരു രാഷ്ട്ര സംവിധാനം നിലനിൽക്കെ ആ രാജ്യത്തിലെ നിയമങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് നിയമങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കാന്നല്ലാതെ ആയുധങ്ങൾ കയ്യിലെടുക്കുക എന്ന രീതി, അത് ഇസ്ലാമിക രാഷ്ട്രത്തിലാണെങ്കിൽ എന്താണ്? ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ പ്രവാചകനെ തെറി പറഞ്ഞു ഒരാൾ, ആ രാജ്യം അതിന്റെ നിയമ നടപടികൾ എടുക്കുകയാണ്. അതിനിടക്ക് എനിക്ക് അയാൾ തെറി പറഞ്ഞത് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഇസ്ലാമിക രാഷ്ട്രത്തിലാന്ന് വിചാരിക്കുക, ഞാൻ പോയിട്ട് അയാൾക്കെതിരെ ഒരു നടപടി അങ്ങോട്ട് എടുക്കുകയാണ്, ഞാൻ അയാളെ കൊല്ലുകയാണ്. എന്നാൽ എനിക്കെതിരെ ഇസ്ലാമിക രാഷ്ട്രം കൊലക്കുറ്റത്തിന് കേസ് എടുക്കുകയും ആ കൊലക്കുറ്റ അയാൾ നബിനെ തെറി പറഞ്ഞയാളാണ്, നബിനെ വിമർശിച്ചയാളാണ്, നബിക്കെതിരെ മോശമായി പറഞ്ഞയാളാണ്, അയാളെയാണ് കൊന്നത് എന്നതുകൊണ്ട് എനിക്കുള്ള നടപടി ഒരു കുറവും വരൂല. എന്നെ കൊലയാളിയായി കണ്ടിട്ട് രാഷ്ട്ര സംവിധാനം എനിക്കെതിരെ കുറ്റപത്രം ഉണ്ടാക്കുകയും എനിക്കെതിരെ നടപടി ഉണ്ടാവുകയും ചെയ്യും. അത് ഇസ്ലാമിക രാഷ്ട്രത്തിലാണെങ്കിൽ നിയമം കയ്യിലെടുക്കുന്നതിനെ കുറിച്ച് പറയാ ഫിത്ന എന്നാണ്. ഫിത്നയെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അൽ ഫിത്നത്തു അശദ്ദു മിനൽ ഖത്ൽ. ഫിത്ന എന്ന് പറഞ്ഞാൽ കൊലയേക്കാൾ ഭീകരമാണ് എന്നത്. നിയമം കയ്യിലെടുക്കുക. ഇപ്പൊ കേരളത്തിൽ ഈ സംഭവം നിങ്ങൾ ആലോചിച്ച് നോക്കുക. യഥാർത്ഥത്തിൽ നമ്മൾ എന്ത് പറഞ്ഞാലും കേരളത്തിൽ ഈ അടുത്ത കാലഘട്ടത്തിൽ കേരളത്തിന്റെ ഹൈക്കോടതി നടത്തിയ ശ്രദ്ധേയമായ 2 പരാമർശങ്ങളിൽ ഒന്നായിരുന്നു ഈ സംഭവത്തോടനുബന്ധിച്ചുള്ള വർത്തമാനം. ശ്രദ്ധേയമായ സംഭവങ്ങൾ. ഒന്ന്, പ്രണയത്തെയും ജിഹാദിനെയും കൂട്ടിക്കെട്ടിക്കൊണ്ട് നടത്തിയ നാടകം കളിച്ച ആൾക്കെതിരെ ഒരു ജഡ്ജി അവർക്ക് അനുകൂലമായി സംസാരിച്ചെങ്കിലും പിന്നീട് വളരെ ശക്തമായി തന്നെ ജഡ്ജി പറയുകയും ഇത് ആരുടെയൊക്കെയോ മനസ്സിൽ രൂപപ്പെട്ട വൃത്തികെട്ടൊരാശയപാട് എന്ന് പറയുക, ഇതൊരു അടിസ്ഥാനമില്ല എന്ന് പറയുകയും ചെയ്തിട്ട് കോടതി അത് വെറുതെ ഒന്നുമല്ലാത്ത രൂപത്തിൽ തള്ളിക്കളഞ്ഞത്. അതേപോലെ തന്നെ ഈ സംഭവങ്ങളിലും വളരെ ശക്തമായിട്ടാണ് കോടതി പറഞ്ഞത്, ആരെയെങ്കിലും തെറി പറയല്ല മതപ്രബോധനം. അതുകൊണ്ട് മതപ്രബോധനത്തിന്റെ പേരിൽ മഹത്തായ വ്യക്തികളെ തെറി പറയാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ നല്ല നിലക്ക് നിയമ നടപടികളുമായി പോകുന്നതിനിടക്ക്
നിയമം കയ്യിലെടുക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിനാണെങ്കിൽ അനുവദിക്കപ്പെടില്ല. ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിൽ അനുവദിക്കപ്പെടാത്തത് ഇസ്ലാമികേതരമായ ഒരു രാഷ്ട്ര സംവിധാനത്തിൽ അനുവദിക്കണമെന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ള ബാലൻസ്ഡാണ്, ഒരു സംശയമല്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ സംഭവങ്ങളെ ആ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണണം. അപ്പോൾ യാതൊരു പ്രശ്നം ഉണ്ടാകില്ല. റസൂലുള്ളാഹിന്റെ ജീവിതത്തിലെ സംഭവങ്ങളെ ബനൂ ഖുറൈളക്കാരെ കൊന്നിട്ടുണ്ട് ജൂതന്മാരെ, അതുകൊണ്ട് നമ്മൾ ഇവിടെയുള്ള ജൂതന്മാരെല്ലാം കൊന്നൊടുക്കുക എന്ന് വിചാരിക്കാൻ പറ്റൂല. ബനൂ ഖുറൈളക്കാരായ ജൂതന്മാരായിട്ടുള്ള പുരുഷന്മാരെ മുഴുവനും കൊല്ലുകയും അവരുടെ സ്ത്രീകളെ ബന്ദികളാക്കിയിട്ട് മുസ്ലിങ്ങൾക്ക് വീതിച്ചു കൊടുക്കുകയും ആണ് ചെയ്തത് റസൂലുള്ളാഹ്. അത് നമുക്ക് ഇപ്പോ ഇവിടെ ഒരു സമാധാന അന്തരീക്ഷത്തിലുള്ള ജൂതന്മാരെ മുഴുവനും കൊന്നിട്ട് സ്ത്രീകളെ ബന്ദികളാക്കിയാണ്ട് നമ്മൾ ജൂതന്മാരല്ലേ എന്ന് പറഞ്ഞെടുക്കാൻ പറ്റില്ല. അതിനൊരു സന്ദർഭമുണ്ട്, സാഹചര്യമുണ്ട് പ്രവാചകന്റെ ജീവിതത്തിൽ. ആ സാഹചര്യ സന്ദർഭങ്ങളിലാണ് അതിന്റെ പ്രസക്തി. അതങ്ങനെ മനസ്സിലാക്കണം. അതാണ് ആ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹിന്റെ കാലം മുതൽ ഇന്ന് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ദിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഖുർആനെന്നും സുന്നത്തിൽ നിന്നും ദീൻ പഠിച്ച ആരും, സഹാബിയാകട്ടെ താബിയാകട്ടെ താബിയാകട്ടെ, ഞങ്ങൾ പറഞ്ഞതാ, ഏതെങ്കിലും ഒരു സംഭവം പറഞ്ഞതാ, ഒരു സംഭവം ആരെങ്കിലും കൈയെടുത്തതായി തലയെടുത്തതായി ഇല്ല. എന്നാൽ ഇസ്ലാമിക രാഷ്ട്രത്തിനടുത്ത് അകത്ത് ഫിത്നയുണ്ടാക്കിയ ആളുകൾക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട്. അത് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ അകത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക.